ഇവിടെ മധു എന്നൊരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ അമ്മായിയമ്മ ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പറയുന്നു. ഭർത്താവിനെ കുറെ സമയം കാത്തിരുന്നിട്ടും കാണാത്തത് കൊണ്ടും അവൾ അവിടെ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ ശരീരം മുഴുവനായി വേദനിക്കുന്നു. നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കുളിച്ചു വന്ന് അടുക്കളയിൽ കയറുന്നു. അടുക്കളയിൽ വെച്ച് അവിടുത്തെ ജോലിക്കാരൻ അവളെ വളരെ മോശമായി നോക്കുന്നു. എല്ലാ ദിവസം രാത്രി ഭർത്താവ് തന്റെ ലാപ്പും എടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവളാണെങ്കിൽ അവനെ കാത്തിരുന്നു ഉറങ്ങിപ്പോകുന്നു. അവൾ ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അവൻ അവന്റെ ജോലി കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് തന്നെ. അങ്ങനെ മധു ഗർഭിണിയാകുന്നു. ഒരു ദിവസം രാത്രി അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ജോലിക്കാരന്റെ മുറിയിൽ വെച്ച് എന്തോ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ അവിടെ അവൾ കണ്ടത് ഒന്നായി കിടക്കുന്ന തന്റെ ഭർത്താവിനെയും ജോലിക്കാരനെയും ആയിരുന്നു. അവളുടെ ഭർത്താവ് നടന്ന കാര്യങ്ങൾ പറയുന്നു. തന്റെ ബന്ധം പുറം ലോകം അറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്ത് അവന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഈ വിവാഹം എന്ന് അവൻ പറയുന്നു. ആദ്യ രാത്രിയിൽ അവന്റെ അമ്മ പാലിൽ മയക്കുമരുന്ന് കലക്കി അവൾക്ക് മനഃപൂർവ്വം കൊടുത്തതാണ്. അവന്റെ അച്ഛനെ അവളുടെ അടുത്ത് കിടത്തിയ കാര്യവും അവളെ അറിയുന്നു. ഇതൊക്കെ അറിഞ്ഞ മധു ആദ്യം പോയി തന്റെ വയറ്റിലെ കുട്ടിയെ അബോർട്ട് ചെയ്ത് തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ആ വൃത്തികെട്ട അച്ഛനെയും അമ്മയെയും വെടിവെച്ച് കൊല്ലുന്നു. ഈ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?